അപ്പൊ CUT എക്സാം അല്ലെ, നമ്മൾ കുറെ പേര് ഇപ്പൊ ഇന്ത്യയിലെ ഫുൾ ട്രെൻഡിങ് ആയ ഒരു എക്സാം ആണ് CUT എക്സാം, CUT UG എക്സാം. ഇപ്പൊ CUT UG എക്സാമിന് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പൊ CUT എക്സാം എന്നറിയാതെ നമുക്ക് എന്താണ് 2027 CUT എക്സാം വരാൻ പോകുന്നത്. 2027 CUT എക്സാമിനുള്ള പ്രിപ്പറേഷൻ പ്ലസ് ടു പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിനൊപ്പം തന്നെ പഠിച്ചു പോകുന്നതായി കുറച്ചുകൂടി എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം എന്താണ്, നമുക്ക് പല വിഷയങ്ങളും എന്താണ് നമ്മുടെ പ്ലസ് ടുവിന്റെ അതേ ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത് നമ്മുടെ CUT UG എക്സാമിന് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ പ്ലസ് ടുവിനൊപ്പം തന്നെ പഠിച്ചു പോയാൽ എന്താണ് അത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഫുൾ ടോപ്പിക്സ് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ CUT UG എക്സാമിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 എക്സാം വരെയുള്ള ലോങ് ബാച്ച് ആണ്, 1 ഇയർ വാലിഡിറ്റി ഉള്ള ബാച്ച് ആണ്. അത് അടുത്ത മെയ് വരെ, 1 ഇയർ ഇല്ല, അടുത്ത മെയ് വരെ ഉള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ഈ കാണുന്ന നോക്കി എന്താണ് 9249089280 നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ എന്താണ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്കോടെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CUT എക്സാം നല്ല മാർക്കോടെ ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും പഠിക്കേണ്ട, എത്ര വേഗം നിങ്ങൾ ബാച്ച് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ CUT UG അല്ലെ, നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് CUT UG ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് നമ്മൾ CUT UG തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ പലരും പല ഒരു സെറ്റ് ഓഫ് സബ്ജക്ട്സ് വെച്ചാണ് കുറെ പേര് എന്താണ് ഈ എക്സാം എഴുതുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ എക്സാംസിനുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ CUT UG എക്സാം നമ്മൾ മെയിൻ ആയിട്ട് മാക്സിമം നമുക്ക് 5 പേപ്പറാണ് എഴുതാൻ പറ്റുന്നത്. 5 വിഷയങ്ങളിലുള്ള 5 പേപ്പറാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ പറഞ്ഞ CUT UG എക്സാം എഴുതാൻ പറ്റുന്നത്. എത്ര പേപ്പറാണ് പറഞ്ഞത്? 5 പേപ്പറാണ്, 5 പേപ്പേഴ്സ്. ഈ 5 പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3 ആയിട്ട് തിരിക്കാം. 3 ആയിട്ട് തിരിക്കണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ത്? ലാംഗ്വേജ്, എന്താണ് ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് പേപ്പർ ഉണ്ടാകും. പിന്നെ ഡൊമൈൻ സെറ്റ് ഉണ്ട്, എന്താ ഡൊമൈൻ പേപ്പറുകൾ. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി, ഒപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇതുപോലത്തെയാണ് എന്ത് ഡൊമൈൻ വരുന്നത്. ആൻഡ് ലാസ്റ്റ് സെറ്റ് ആണ് എന്ത് നമ്മുടെ GAT അല്ലെങ്കിൽ എന്താണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് എന്ത് നമുക്ക് നമ്മുടെ പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് നിർബന്ധമായും ഒരു ലാംഗ്വേജ് പേപ്പർ എഴുതിയിരിക്കണം. അതിപ്പോ നമുക്ക് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഇനിയിപ്പോ ഇംഗ്ലീഷ് അല്ലാതെ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യണോ, മലയാളം ചൂസ് ചെയ്യാം. നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷയിൽ പഠിക്കണോ, ആ ഭാഷ ചൂസ് ചെയ്യാം. ഇപ്പൊ സാൻസ്ക്രിറ്റ് പഠിച്ചവരുണ്ടാകും, അറബിക്ക് പഠിച്ചവരുണ്ടാവും, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പഠിച്ചവരുണ്ടാവും. അവർക്കൊക്കെ ആ ലാംഗ്വേജ് അതത് ടൈമിൽ തന്നെ ഇതാണ് സുഖമായി ചൂസ് ചെയ്ത് അത് പഠിച്ചു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ആ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇതിനുശേഷം എന്താണ് നമ്മുടെ ഡൊമൈൻ സബ്ജക്ട്. പൊതുവെ ഇപ്പൊ സയൻസ് പഠിച്ചവരാണെങ്കിൽ അവർ എന്ത് യൂസ് ചെയ്യും? ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അല്ലെങ്കിൽ മാത്സ്, കെമിസ്ട്രി, ബയോളജി, അവർക്ക് അങ്ങനെ എന്ത് വേണം ചൂസ് ചെയ്യാം. ഇനിയിപ്പോ ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാം. ഇപ്പൊ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് എന്ത് യൂസ് ചെയ്യാം? എക്കണോമിക്സ് യൂസ് ചെയ്യാം, ബിസിനസ് സ്റ്റഡീസ് യൂസ് ചെയ്യാം, അക്കൗണ്ടൻസി യൂസ് ചെയ്യാം. ഇനി അതുമല്ല എന്താണ് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ല മാത്സ്, കൊമേഴ്സ് വിത്ത് മാത്സ് കുറെ സ്കൂളുകളുണ്ട്. അപ്പൊ ആ സബ്ജക്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അവർക്ക് ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ എന്താണ് നമുക്ക് എത്ര സബ്ജക്ട് ചൂസ് ചെയ്യാം അത്ര സബ്ജക്ട് ചൂസ് ചെയ്യാം. മാക്സിമം പോയി 4 സബ്ജക്റ്റുകൾ വരെ ഡൊമൈൻ ചൂസ് ചെയ്യാം. ഇത് കൂടാതെ ഇറക്കുന്ന ഒരു പേപ്പറാണത് GAT എന്ന് പറയുന്നത്. GATയുടെ ഫുൾ ഫോം എന്താണ്? ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ജനറൽ സയൻസ് ആണ്, ജനറൽ നോളജ്, 10ാം ക്ലാസ്സിലുള്ള മാത്സ്, അങ്ങനത്തെ കണ്ടന്റുകൾ അടങ്ങിയ ഒരു പേപ്പറാണ് ഇത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇപ്പൊ ഇത് കമ്പൽസറി ആയിട്ടുള്ള ഏതാണ്? നമ്മുടെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്തായാലും നിങ്ങൾ ഒരെണ്ണം തെരഞ്ഞെടുത്തിരിക്കണം, അത് ഉറപ്പാണ്, 100% ആവശ്യമുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 1 നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് വേറെ ലാംഗ്വേജിൽ പഠിക്കാൻ പോകാനാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഡൊമൈൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് എടുത്ത് ഒരു എക്സാം എഴുതാവുന്നതാണ്. ഇനി ഡൊമൈൻ സബ്ജക്ട് ഇപ്പൊ എന്താണ്, നിങ്ങൾ 3 to 4 ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ത് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ ഇപ്പൊ 3 ഡൊമൈൻ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ, അതിനൊപ്പം നിങ്ങൾ എന്ത് എഴുതാണ് GAT എഴുതുകയാണെങ്കിൽ GATയും എഴുതാം. മൊത്തം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് 5 പേപ്പർ തിരഞ്ഞെടുക്കണം, 5 സബ്ജക്റ്റിൽ പരീക്ഷ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഇംഗ്ലീഷ് പ്ലസ് ഒരു 3 ഡൊമൈൻ പ്ലസ് GAT എന്ന് പറയുമ്പോൾ എന്താണ് 1, 3, 1.
മൊത്തം എത്ര എണ്ണമാവും? മൊത്തം 5 പേപ്പർ ആകും. ഇനി നിങ്ങൾക്ക് GAT എഴുതണ്ട, GAT എഴുതാൻ താല്പര്യമില്ല, പോട്ടെ എഴുതണ്ട. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 4 ഡൊമൈൻ തിരഞ്ഞെടുക്കുക. ഇനി മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തിനാണ് നമ്മൾ ഒന്നിലധികം ഡൊമൈൻ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളിപ്പോ ഒരു പരീക്ഷ എഴുതി, നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കാനാണ് താല്പര്യം എന്ന് വിചാരിക്കാം. ആ കോളേജിൽ നിങ്ങൾക്ക് എത്ര അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 5 വിഷയങ്ങളുടെയും മാർക്ക് ഒരിക്കലും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ യാതൊരു ചാൻസ് ഇല്ല. കാരണം ഇത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് നമുക്ക് ഈ ഗ്രേഡ് കാൽക്കുലേഷൻ, റാങ്ക് കാൽക്കുലേഷനുള്ള മാർക്കിൽ വ്യത്യാസം വരും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് വിചാരിച്ചോ. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷും ഡൊമൈൻ സബ്ജക്റ്റ് മാത്രം എടുക്കുള്ളായിരിക്കും, GAT വേണ്ടി വരത്തില്ല. ചിലയിടത്ത് ചില സബ്ജക്റ്റുകളിൽ ഇപ്പൊ ഡൊമൈൻ സബ്ജക്റ്റിൽ വരാത്ത കുറെ സബ്ജക്റ്റുകളുണ്ട്, ലൈക്ക് ടീച്ചിങ് ആയിക്കോട്ടെ. അങ്ങനത്തെ പേപ്പറുകൾക്ക് അവർ GATക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് യു ഹാവ് ടു സ്റ്റഡി, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതനുസരിച്ച് നിങ്ങളുടെ ഈ സബ്ജക്ട് സെലക്ഷന്റെ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ചില കോളേജുകളിൽ ഇപ്പോ SRCC എന്നൊരു കോളേജ് ഉണ്ട്, ശ്രീരാമ കൊമേഴ്സ്, അങ്ങനത്തെ ഒരു കൊമേഴ്സ് ക്യാമ്പസ്, അങ്ങനത്തെ ഒരു കോളേജ് ഉണ്ട്. അപ്പൊ ആ ക്യാമ്പസിനകത്ത് ഇപ്പൊ BCom ഓണേഴ്സ് പഠിക്കാനാണെന്ന് വിചാരിച്ചോ. BCom ഓണേഴ്സ് പഠിക്കാൻ അവിടെ എന്ത് ചോദിക്കും? അവിടെ മാത്സ് കൂടി ചോദിക്കാറുണ്ട് ചില കോളേജുകളിൽ. ആ കോളേജിൽ മാത്സ് കൂടി ചോദിക്കും. നേരെ മറിച്ച് ഇപ്പോ എക്കണോമിക്സ് ആണ് പഠിക്കേണ്ടത്, എക്കണോമിക്സിലാണ് അവർക്ക് ഓണേഴ്സ് ഡിഗ്രി വേണമെന്ന് വിചാരിച്ചോ. അവിടെ അവർ ഒരു സബ്ജക്ട് മാത്സ് ആണ് അവർ എടുത്തു പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക സ്കൂളുകളിലും എന്തില്ല, +2 ഓപ്ഷണൽ എന്ന രീതിയിൽ എന്തില്ല, നമുക്ക് മാത്സ് പഠിക്കാനില്ല കൊമേഴ്സുകാർക്ക്. ഇപ്പൊ കൊമേഴ്സില് കൊമേഴ്സ് കഴിഞ്ഞിട്ട് BA ഓണേഴ്സ് എക്കണോമിക്സ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ മാത്സ് ഇല്ല, പഠിക്കാനില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ആ ഓപ്ഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷനിൽ എഴുതേണ്ട കാര്യമില്ല. കാരണം ഇനി മാത്സ് ആദ്യം തൊട്ടൊന്നും ഒരു പഠിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ആ ഡൊമൈനിലെ ഓപ്ഷനിൽ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ആ കോളേജ് തിരഞ്ഞെടുക്കത്തില്ല. അതേപോലെ ഓരോ കോളേജുകളിലും ഇങ്ങനെ ഓരോ ഡിഗ്രി കോഴ്സിനും ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ഏതാണെന്ന് നോക്കി അവിടെ എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയ കറക്റ്റ് ആയിട്ട് നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറഞ്ഞ CUT എക്സാമിന് പുറപ്പെടുക അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക. അതാണ് എനിക്ക് പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ കോളേജിലും ഓരോ ക്രൈറ്റീരിയ ആണ്, ഓരോ കോഴ്സിനും ഓരോ ക്രൈറ്റീരിയ ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞ CUT UG എക്സാം എഴുതാൻ ശ്രദ്ധിക്കണം. ഇനി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവും നോക്കാം ഓരോ എക്സാമിനും. അപ്പൊ ഇത് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഗസ് വെച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നോക്കിക്കോ, നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ പറഞ്ഞത്, ഈ അറ്റംപ്റ്റ് ചെയ്യുന്ന 40 ക്വസ്റ്റ്യൻ ആരെയാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമ്മളെ പരീക്ഷയ്ക്ക് 50 MCQs ഉണ്ടാവുക, 50 MCQs ഉണ്ടാവുക. പൊതുവെ ഒരു നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 40 എണ്ണമെങ്കിലും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 40 ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, നല്ലൊരു സ്കോർ നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോ നോക്കാം, നമുക്കറിയാം CUT എക്സാം എല്ലാം MCQ ഫോർമാറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ മാത്സ് ആണ് തിരഞ്ഞെടുത്ത് വിചാരിച്ചോ. മാത്സ് തിരഞ്ഞെടുക്കും, മാത്സിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 50 ക്വസ്റ്റ്യൻ 40 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും സാറേ ഇത് ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വെച്ചാണ്? ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ചാണ് അവര് നമുക്ക് തരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻ എത്ര മാർക്കായിട്ടുണ്ടാവും? 50 ക്വസ്റ്റ്യന് എത്രയാണ്? 250 മാർക്കാവും. എത്രയാണ്? 50 ക്വസ്റ്റ്യന് 250 മാർക്കാവും. അപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത ഒരു സ്റ്റുഡന്റിന് എത്ര മാർക്ക് കിട്ടും? ഈ 250-ൽ 200 മാർക്ക് കിട്ടും. എന്നാലോചിച്ച് നോക്കൂ, അവരെ അവിടെ 5 ക്വസ്റ്റ്യൻ 5 പേപ്പർ എഴുതുന്നത് വിചാരിച്ചോ. അതായത് 5 പേപ്പർ എഴുതുന്നുണ്ട്, ഓരോ പേപ്പറിനും അയാൾക്ക് 200 മാർക്ക് വെച്ച് കിട്ടി വിചാരിച്ചോ. 5 പേപ്പർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 5 പേപ്പർ നമുക്ക് എഴുതാം. അപ്പൊ 1250-ലായിരിക്കും. അതിൽ 1000 മാർക്ക് ആർക്ക് കിട്ടും? ഈ പറഞ്ഞ സ്റ്റുഡന്റിന് കിട്ടും. 250 മാർക്കാണ് അയാൾക്ക് ഒരു കുറവായിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളൊരു ആവറേജ് കണക്ക് വെച്ച് ഒരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും പക്ക കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക.
മാക്സിമം എന്താണ് നമുക്ക് ഒരു 1250 1000+ മാർക്സ് ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് അത്രയും ഇതാണ് ഹൈ പോസിബിലിറ്റീസ് എന്താണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കുക, ഈ 1250 എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ 5 പേപ്പറിന് മൊത്തം കൂട്ടിയതാണ്. ചില കുട്ടികൾ എന്ത് ചെയ്യില്ല, 5 പേപ്പർ എഴുതത്തില്ല. എത്ര പേപ്പർ? 4 പേപ്പർ എഴുതത്തുള്ളൂ. അവർക്കറിയാം അതിനനുസരിച്ചുള്ള കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു കറക്റ്റ് ആൻസറിന് എന്താണ്, കറക്റ്റ് ആൻസറിന് 5 മാർക്കാണ് ഞാൻ പറഞ്ഞു. കറക്റ്റ് ആൻസറിന് 5 മാർക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ തെറ്റുത്തരത്തിന്റെ കേസ് എടുക്കാം. എന്താണ് തെറ്റുത്തരത്തിന് എത്ര കിട്ടുള്ളൂ? തെറ്റുത്തരത്തിന് 1 മാർക്ക് നമ്മുടെ ഇന്ന് പോകും. അപ്പൊ അത് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് കൂട്ടി 30 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ട് 10 എണ്ണം തെറ്റിച്ചു വിചാരിച്ചോ. 30 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 5 ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചാൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? 150 മാർക്ക് കിട്ടും. 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ എന്താണ്, അതിൽ നിന്നും 10 മാർക്ക് കുറയും. അപ്പൊ ഗ്രാൻഡ് ടോട്ടലായിട്ട് കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 140 മാർക്കേ കിട്ടത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 40 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി 200 മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയേ? 140 മാർക്ക് കിട്ടിയേ. കുട്ടിക്ക് എത്ര മാർക്ക് പോയി? ഇവിടെ 60 മാർക്കാ പോയത്. നിസ്സാര മാർക്കാണോ? ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. ഇഷ്ടം പോലെ കുട്ടികൾ എഴുതുന്നതാണ്. ഓരോ മാർക്കും ഒരു 10-20 റാങ്ക് വരെ നിങ്ങളെ താഴേക്ക് ഇടാനുള്ള അത്ര കെൽപ്പുള്ള പരീക്ഷയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു കുട്ടിയുടെ എത്ര മാർക്ക് പോയി? 60 മാർക്കാ പോയത്. ഒറ്റയടിക്ക് ബും എന്ന് പറഞ്ഞാൽ 60 മാർക്ക് എന്ത് ചെയ്തു? പോയി. അപ്പോൾ ഇത്തരം ഒരു കേസ് വരുമ്പോൾ എന്താണ്, അവർക്ക് ആ ഫുൾ മാർക്ക് പോയുമ്പോൾ അവർക്ക് എന്താണ്, ഒരു നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസിൽ ഒരു ഇടിവാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? ഒരു ചാൻസിൽ ഒരു ഇടിവ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ കൃത്യമായി നോട്ട് ചെയ്യണം. എന്താണ് ഈ പറഞ്ഞ ഓരോ മാർക്കും, നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാർക്കും എന്താണ്, നമ്മുടെ നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസിനെ അത്രയ്ക്ക് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ക്രൈറ്റീരിയ നിങ്ങളെല്ലാം എന്താണ്, അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾ നെഗറ്റീവ് മാക്സിമം അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് മാക്സിമം 5 ചോദ്യങ്ങൾ വരെ തിരഞ്ഞെടുക്കാം അല്ലെ, 5 സബ്ജക്റ്റുകൾ വരെ തിരഞ്ഞെടുക്കാം. ഈ 5 സബ്ജക്റ്റുകൾ എന്താണ്, ഓരോ കോമ്പിനേഷൻ അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി, നേരത്തെ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്, ആ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ എന്താണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക്സ് എന്ന ഒരു സബ്ജക്ട് എടുത്ത് വെച്ചോ. ചില യൂണിവേഴ്സിറ്റികൾ എക്കണോമിക്സ് ഓണേഴ്സ് എടുക്കുക അല്ലെ, എക്കണോമിക്സിൽ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി ചെയ്യാവുന്നവർക്ക് എന്ത് പറയും, മാത്സ് ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ്, അതിന്റെ മാർക്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ചില യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കും. ചില യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ്, ചില യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് വേണ്ട, മാത്സ്, ഞങ്ങൾക്ക് മാത്സ് വേണ്ട, നമുക്ക് ആ കുട്ടിക്ക് എന്ത് വേണം, എക്കണോമിക്സിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. +2 എക്കണോമിക്സ് പഠിച്ചിട്ട് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് എക്കണോമിക്സിന് അപ്ലൈ ചെയ്താന്ന് പറയും. ചില യൂണിവേഴ്സിറ്റികൾ എന്താണ്, നിങ്ങൾക്ക് ഡിഗ്രി, നിങ്ങൾ +2 എക്കണോമിക്സ് പഠിച്ചിട്ടില്ലേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, നിങ്ങളുള്ള പരീക്ഷയുടെ മാർക്ക് വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ തരാം എന്ന് പറയും. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് അവിടുത്തെ പറയുന്ന കോമ്പിനേഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും നിങ്ങൾ ചാടിക്കേറി എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ വിചാരിച്ച കോളേജിൽ നിന്ന് കിട്ടിയില്ല എന്നൊരു വിഷമം നിങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും ഇപ്പൊ നമ്മൾ എന്താണ് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്ന അറിയോ, അവര് എല്ലാ സബ്ജക്റ്റും എടുക്കത്തില്ല. നമുക്ക് 5 സബ്ജക്റ്റ് എടുക്കാന്ന് പറയില്ലേ, അവരെന്ത് ചെയ്യില്ല, അവരെല്ലാ സബ്ജക്റ്റുകളും കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തില്ല. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ എന്താണ്, ടോപ്പ് 4 സബ്ജക്റ്റുകൾ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അതായത് ഒരു ഇംഗ്ലീഷും പിന്നെ 3 ഡൊമൈനും, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ്, ഒരു സെലക്ടഡ് ഡൊമൈൻ പ്ലസ് 2 അതർ ഡൊമൈൻസ്, അങ്ങനെ തിരഞ്ഞെടുക്കും. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ ഇങ്ങനെ എടുക്കാന്ന് വെച്ചോ, എനിക്ക് എക്കണോമിക്സിന് ഇംഗ്ലീഷും ഒപ്പം തന്നെ എന്ത് മതി, ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്സ് വേണം, പിന്നെ ഏതെങ്കിലും 2 ഡൊമൈൻ കൂടി മതി എന്ന് പറയാന്ന് വിചാരിച്ചോ. ഇതെന്തിനാണ്, ഇത് BA എക്കണോമിക്സ് ഓണേഴ്സിനുള്ള അഡ്മിഷൻ ആണെന്ന് വിചാരിച്ചോ. BA എക്കണോമിക്സിനുള്ള അഡ്മിഷൻ ആണ്. അവരെടുക്കുന്ന അവർക്ക് ആവശ്യമുള്ള മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ 2 ഡൊമൈൻ സബ്ജക്റ്റുകൾ. ഈ ഒരു രീതിയിൽ മാത്രം മതി അവർക്ക് മാർക്ക്. ഇതനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, അവരവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയിലായി മാർക്ക്, മൊത്തം 1000 മാർക്കിലാണ് എന്ത് അവര് റാങ്ക് എടുക്കുന്നത്. ഇപ്പൊ ഈ 1000-ൽ ഒരു 920 സംതിങ് മാർക്ക് കിട്ടിയ ആൾക്ക് എന്താണ്, അവർക്ക് സുഖമാണ്, അത്യാവശ്യം നല്ല റാങ്ക് ഇടാൻ ചാൻസ് ഉണ്ട്.
ഞാൻ ഒരു അപ്രോക്സിമേറ്റ് കൗണ്ടാണ് പറഞ്ഞത് 920 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താണ് മാർക്ക് അവര് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അവർക്ക് സെലക്ഷൻ മാറ്റാം. ഇനി ചിലപ്പോൾ വേറൊരു കോളേജ് എടുക്കുമ്പോൾ എന്താണ് അവര് പറയും നിങ്ങൾ +2 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ, എന്നാൽ മാത്രം നിങ്ങൾ അത് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പൊ എന്താണ് ഇംഗ്ലീഷും എക്കണോമിക്സും പിന്നെ വേറെ 2 ഡൊമൈൻ സബ്ജക്റ്റുകളും മാത്രം മതി എന്ന് പറഞ്ഞ് ചില യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കും. അപ്പൊ എന്താണ് ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി ഈ കോമ്പിനേഷനിൽ മാറ്റം വരും. ഇപ്പൊ 4 സബ്ജക്ട് അവരാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ എടുക്കാറ്. എല്ലാവരും എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ 5 സബ്ജക്റ്റുകളും അവരെന്ത് ചെയ്യത്തില്ല, അവർ തിരഞ്ഞെടുക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ BA എക്കണോമിക്സ് ആണ് വേണമെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്തിന് ഫോക്കസ് ചെയ്യണം, ഇംഗ്ലീഷും എക്കണോമിക്സും. ഇൻ കേസ് മാത്സ് ഓക്കെ ആണ് എങ്കിൽ മാത്സും ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും സബ്ജക്ട് ആൾമോസ്റ്റ് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി വിചാരിച്ചോ, നല്ലൊരു മാർക്ക് കിട്ടി. പ്ലസ് ഇനിയിപ്പോ വേറെ 2 ഡൊമൈൻ സബ്ജക്ട് ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ ഇറക്കാം. ഇപ്പൊ ഇവിടെ എക്കണോമിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 2 ഡൊമൈനകത്ത് എന്താക്കാം, ഒന്ന് മാത്സും ഒന്ന് വേണമെങ്കിൽ എന്താണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി കമ്പൽസറി സബ്ജക്ട് മാത്സ് ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റിൽ എന്ത് ചേർക്കാം, നിങ്ങൾക്ക് എക്കണോമിക്സ് ചേർക്കാം അല്ലെങ്കിൽ അത് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ചില കോളേജിൽ എന്ത് പറയത്തില്ല, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ പോരെ ഞങ്ങൾ പഠിപ്പിച്ചോളൂ എക്കണോമിക്സ് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ഇപ്പൊ സയൻസ് പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ മാത്സ് ഫസ്റ്റ് പ്രയോറിറ്റി വയ്ക്കും. അതിനുശേഷം എന്താണ് ഫിസിക്സ് കെമിസ്ട്രി എന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാം, അവർക്ക് ബാക്കി 2 ഓപ്ഷൻസ് വെക്കാം. അല്ലെങ്കിൽ ഫിസിക്സ് ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ഈസി ആ ടോപ്പിക് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഇനി ഒരു സേഫ് സ്കോർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സേഫ് സ്കോർ. ഇപ്പൊ 1000 സേഫ് സ്കോർ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഒരു നല്ലൊരു കോളേജ് കിട്ടാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സേഫ് സ്കോർ എന്ന് പറയുന്നത് എന്താണ് 920 മുതൽ 940 വരെയാണ്. 1000 ഒരു 920 മുതൽ 940 വരെ കിട്ടിയാൽ എന്താണ് അത് നല്ലൊരു സ്കോറാണ്. അതനുസരിച്ച് എന്തായിരിക്കും അവർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താണ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ലക്ഷ്യം വെക്കുക, ഒരു 920 to 940 മാർക്സ് കിട്ടുന്ന ടൈപ്പ്, 1000 920 to 940 മാർക്സ് കിട്ടുന്ന ടൈപ്പ് മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഒട്ടുമിക്ക സ്റ്റുഡൻസും ഈ ഒരു കാര്യത്തിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ്. കൺഫ്യൂഷൻ വരാനുള്ള മെയിൻ ചാൻസ് എന്താ അറിയോ, എന്ത് പഠിക്കണം എന്ന് കുറെ വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല. അപ്പൊ നമുക്കറിയാം എന്താണ് NTA നടത്തുന്ന എക്സാം തന്നെയാണ്. അവര് IIT-കൾക്ക് വേണ്ടി JEE നടത്തുന്നുണ്ട്. പിന്നെന്താണ് മറ്റേ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി നീറ്റ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിഗ്രി കോഴ്സുകൾക്കാണ് എന്ത് നടത്തുന്നത്, അവർ ഈ പറഞ്ഞ CUT നടത്തുന്നത്. ഇപ്പൊ CUT പോലത്തെ ഒരു പരീക്ഷ നന്നായി പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത്ര കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ. നീറ്റും JEE-യും പോലെ തന്നെ കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമാണെന്ത് ഈ പറഞ്ഞ CUT എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ വേണം. അപ്പോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് എന്താണ്, +2 NCERT ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ +2 NCERT സിലബസ് ആണ് എന്ത് അവരുടെ മെയിൻ. അതിന്റെ അപ്പുറത്തേക്ക് അവർ നോക്കത്തില്ല. പക്കയായിട്ട് അത് പഠിച്ചോ, സെറ്റാണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക ഏരിയാസ് ഈസി ആയിട്ട് കവർപ്പ് ചെയ്ത് പോകാം. ഇനി മെയിൻ ആയിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കറക്റ്റ് ആൻസേഴ്സ് കൂടുതൽ കറുപ്പിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയത്തില്ല ഒരു ക്വസ്റ്റിന്റെ ആൻസർ എങ്കിൽ വിട്ടുകളാ. CBT ആണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അത്ര ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് സുഖമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, മാക്സിമം കറക്റ്റ് ആൻസറുകൾ മാത്രം കറുപ്പിക്കാൻ ശ്രമിക്കുക, തെറ്റുത്തരങ്ങളെ മാക്സിമം കുറയ്ക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സേഫ് ആണോ, നിങ്ങൾക്ക് നല്ല മാർക്കും സേഫ് ആണ്. അപ്പൊ ഇത്രയും കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. +2-ലെ ടോപ്പിക്സ് കൃത്യമായി പഠിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാക്സിമം കറുപ്പിക്കാൻ ശ്രമിക്കുക. ഒപ്പം അതിന് എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്കിങ്സ് കുറയ്ക്കുക. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ പണിയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ കണ്ടോ, 150 മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്താണ് ഒറ്റയ്ക്ക് 140 പോകാൻ 10 നെഗറ്റീവ് മാർക്ക് മതിയായിരുന്നു. 10 നെഗറ്റീവ് മാർക്ക് അടിച്ചുകൊണ്ട് ആ ഫുൾ മാർക്കും ടീം എന്നോട് പോയി അല്ലെ. അപ്പൊ അത്രയും ഇഷ്യൂ ഉണ്ടാക്കുന്ന സാധനമാണ് എന്ത് ഈ പറഞ്ഞ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നല്ല രീതിയിലുള്ള ട്രെയിനിങ് വേണം. ഈ CUT എക്സാമിനുള്ള പക്കാ ട്രെയിനിങ് ആണ്. അവിടെ കോമ്പറ്റേറ്റീവ് ഏറ്റവും പുതിയ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി,
ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ നോട്ട് ചെയ്തോ, 9490892880 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് ആയാലും കൊമേഴ്സ് ആർട്സ് സബ്ജക്റ്റുകളായാലും ഞങ്ങളുടെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈസിയിൽ പഠിച്ചാൽ മതി. GATക്കും ഓൾറെഡി കോഴ്സ് റണ്ണിങ് ആണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ CUT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്താണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. Until we say then, bye.